Kim's Health presents 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 സെപ്റ്റംബർ 22 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ വേനൽക്കാലം ഔദ്യോഗികമായി അവസാനിച്ചതായി ബഹ്റൈൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നീണ്ട ചൂടിന് വിട നൽകി രാജ്യത്തെ ശരത്കാലമാണ് ആരംഭിച്ചിരിക്കുന്നത്. കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായി ബഹ്റൈൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വൈകാതെ തന്നെ രാജ്യത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തുമെന്നാണ് പ്രവചനം. താപനില കുറയുന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ഈർപ്പവും വലിയ അളവിൽ കുറയും. ഇതിന്റെ ഫലമായി രാത്രി താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 27 ഡിഗ്രിയിലേക്കും പകൽ താപനില 38 ഡിഗ്രിയിൽ നിന്ന് 35 ഡിഗ്രിയിലേക്കും കുറയും. ഒക്ടോബർ അവസാനത്തോടെ രാത്രികളിൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുമെന്നും നവംബർ അവസാനം വരെ ഈ താപനില കുറയുന്നത് തുടരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. സെപ്റ്റംബർ 25 വരെ വടക്കു പടിഞ്ഞാറൻ കാറ്റ് സജീവമായി തുടരാൻ സാധ്യതയുണ്ട്. ഇടത്തരം മുതൽ ശക്തമായ വേഗതയിൽ വീശുന്ന കാറ്റ് കാരണം കടലിൽ തിരമാലകൾ ഉയരാനും തുറന്ന പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ കടലിൽ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ സെമിനാർ നടത്തി. സെന്റ് പീറ്റേഴ്സ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ വച്ചാണ് സെമിനാർ നടന്നത്. KCC പ്രസിഡന്റ് റവറൻ അനീഷ് സാമുവേൽ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനർ റവറൻ സ്ലീബ പോൾ കോർ എപ്പിസ്കോപ്പ സ്വാഗതം പറഞ്ഞു. സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഫെബ പേഴ്സി പോൾ, ഡോക്ടർ സുരഭില പട്ടാലി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ, ഫാദർ അനൂപ് സാം, ട്രഷറർ ജെറിൻ രാജ് സാം, സെന്റ് പീറ്റേഴ്സ് ചർച്ച് വൈസ് പ്രസിഡന്റ് ബെന്നി പി മാത്യു എന്നിവർ ആശംസകൾ നേർന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ എബ്രഹാം തോമസ് നന്ദി രേഖപ്പെടുത്തി. ഈ വർഷത്തെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ്റെ ഓണാഘോഷങ്ങൾ സൽമാബാദ് ഏരിയയുടെ ഓണാഘോഷത്തോടുകൂടി ആരംഭിച്ചു. KPA പൊന്നോണം 2025 ആഘോഷങ്ങളുടെ ഭാഗമായി 10 ഏരിയകളിൽ ആയി സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനവും KPA സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ഓണാഘോഷവുമാണ് ട്യൂബ്ലിയിൽ വെച്ച് നടന്നത്. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ KPA പ്രസിഡന്റ് ജെയിംസ് ജോൺ മുഖ്യാതിഥിയായും സാമൂഹിക പ്രവർത്തകൻ സെയ്ദ് ഹനീഫ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. സൽമാബാദ് ഏരിയ പ്രസിഡന്റ് തുളസിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഏരിയ സെക്രട്ടറി അനൂപ് US സ്വാഗതം പറഞ്ഞു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറിമാരായ അനിൽകുമാർ, രജീഷ് പട്ടാഴി, ട്രഷറർ മനോജ് ജമാൽ, ഏരിയ കോർഡിനേറ്റർ ലിനീഷ് P ആചാരി, ഏരിയ ട്രഷറർ അബ്ദുൽ സലീം, ഏരിയ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. സൽമാബാദ് ഏരിയ വൈസ് പ്രസിഡന്റ് സുഭാഷ് KS ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും കുട്ടികളും KPA കുടുംബാംഗങ്ങളും പങ്കെടുത്ത വിവിധ ഓണക്കളികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ബഹ്റൈനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ പ്രവാസി കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാരവം 2025 എന്ന് പേരിട്ട പരിപാടി അദാരി പാർക്കിലെ ഹാൾ നമ്പർ 3-ലാണ് നടന്നത്. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ബഹ്റൈൻ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു V, സെക്രട്ടറി സുനു കുരുവിള, ട്രഷറർ സുഭാഷ് തോമസ്, രക്ഷാധികാരി സക്രിയ സാമുവൽ എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. അജു T കോശിയായിരുന്നു പരിപാടിയുടെ അവതാരകൻ. ജെയ്സൺ വർഗീസ്, റോബിൻ ജോർജ് എന്നിവർ കൺവീനർമാരായിരുന്നു. ബഹ്റൈൻ നവകേരളോണം 2025 എന്ന പേരിൽ ഈ വർഷത്തെ ഓണം ആഘോഷിച്ചു. നവകേരള കുടുംബാംഗങ്ങൾക്കായി നടത്തിയ പരിപാടി ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാജഹാൻ കരുവന്നൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോക കേരള സഭാംഗവും കോർഡിനേഷൻ സെക്രട്ടറിയുമായ ജേക്കബ് മാത്യു, ലോക കേരള സഭാംഗവും ജോയിന്റ് കൺവീനറുമായ ഷാജി മൂതല, രക്ഷാധികാരി അജയ് കുമാർ K, ജോയിന്റ് കൺവീനർ റെയ്സൺ വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജനറൽ സെക്രട്ടറി AK സുഹൈൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ബിജു ജോൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് നവകേരളോണം പ്രോഗ്രാം കൺവീനർ രാജ്കൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക പരിപാടികൾ, ഗെയിംസ് എന്നിവ അരങ്ങേറി. ഓണസദ്യയോടുകൂടി പരിപാടികൾ അവസാനിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മൺ. കണ്ണൂർ സർഗവേദിയുടെ ഓണനിലാവ് 2025 ഒക്ടോബർ 17 അതിയിലുള്ള ഓറ ആർട്സ് സെന്ററിൽ വെച്ച് നടക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പോസ്റ്റർ പ്രകാശനം 4PM ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര നിർവഹിച്ചു. കണ്ണൂർ സർഗവേദി പ്രസിഡന്റ് ബേബി ഗണേഷിൽ നിന്നാണ് ആദ്യ പോസ്റ്റർ സ്വീകരിച്ചത്. സെക്രട്ടറി ബിജിത്ത് അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ അജിത് കണ്ണൂർ, സതീശൻ, ഉണ്ണികൃഷ്ണൻ, സുധേഷ്, സന്തോഷ് കൊമ്പിലാത്ത്, സജീവൻ ചൂളിയാട്, ഷൈജു മന്ന, സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ബഹ്റൈനിലെ ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ പ്രവാചകൻ നീതിയുടെ സാക്ഷ്യം എന്ന പ്രമേയത്തിൽ നടന്ന ക്യാമ്പയിനിന്റെ സമാപനത്തോടനുബന്ധിച്ച് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, ബഹ്റൈൻ ക്നാനായ ചർച്ച് വികാരി റവറൻ ഫാദർ ജേക്കബ് ഫിലിപ്പ് നടയിൽ, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ് മേനോൻ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, 4PM ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രദീപ് പുറവങ്കര, ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ ജനറൽ സെക്രട്ടറി സയ്യിദ് റംദാൻ നദ്വി എന്നിവരും സംസാരിച്ചു. റിഫയിലെ ദിശ സെന്ററിൽ വച്ചാണ് പരിപാടി നടന്നത്. ഫ്രണ്ട്സ് സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് ജമാൽ ഇരിങ്ങൽ സ്വാഗതവും കേന്ദ്ര സമിതി അംഗം അബ്ദുൽ ഹക്ക് നന്ദിയും പറഞ്ഞു. KMCC ബഹ്റൈൻ കൊടുവള്ളി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഹുബ്ബു റസൂൽ മിലാദ് മീറ്റ് 2025 മനാമ KMCC ഓഫീസിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു. പരിപാടി KMCC ബഹ്റൈൻ സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മൻസൂർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രമുഖ മതപണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി. KMCC ബഹ്റൈൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇസ്ഹാഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിനാൻ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. KMCC നേതാക്കൾ, സമസ്ത ബഹ്റൈൻ പ്രതിനിധികൾ, വിവിധ ജില്ലാ മണ്ഡലം ഏരിയ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി റഫീഖ് മുണ്ടോച്ചാലിൽ സ്വാഗതവും ട്രഷറർ തമീം തച്ചമ്പൊയിൽ നന്ദിയും പറഞ്ഞു. ബഹ്റൈനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടുമായി സഹകരിച്ചുകൊണ്ട് ഓണാഘോഷം പൊന്നോണം 2025 സംഘടിപ്പിച്ചു. പ്രമുഖ വ്യവസായി പമ്പാവാസൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ അൽ കുവൈറ്റി കമ്പനി ജനറൽ മാനേജർ രാജേഷ് നമ്പ്യാർ, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥൻ മേനോൻ, അൽ നജ്മ ഗ്രൂപ്പ് ഡയറക്ടർ CV രാജൻ, സിന്ധു രാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രമുഖ പാചക വിദഗ്ധൻ ഗുരുവായൂരപ്പൻ അയ്യർ, പ്രതീഷ് എന്നിവർ തയ്യാറാക്കിയ പാലക്കാടൻ അഗ്രഹാര സദ്യ പങ്കെടുത്തവർക്ക് പുതിയ രുചി അനുഭവം സമ്മാനിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഗാനമേള, നൃത്തങ്ങൾ എന്നിവ ചടങ്ങിനെ മാറ്റുകൂട്ടി. കൂടാതെ മിമിക്സ് കിലുക്കം അംഗങ്ങൾ അവതരിപ്പിച്ച മിമിക്സ്, ആരവം നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടുകൾ എന്നിവയും അരങ്ങേറി. അധ്യക്ഷൻ ജയശങ്കർ സ്വാഗതവും ശ്രീധർ തേറമ്പിൽ നന്ദിയും രേഖപ്പെടുത്തി. വടകര സഹൃദയവേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി പൂവിളി 2025 എന്ന പേരിൽ ആഘോഷിച്ചു. മുഹറക് സയാനി മജ്ലിസിൽ നടന്ന പരിപാടിയിൽ കേരളീയം സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി രാജപാണ്ഡ്യൻ, ICRF സെക്രട്ടറി അനീഷ്, സാമൂഹ്യ പ്രവർത്തകരായ KT സലീം, സുബൈർ കണ്ണൂർ, P ശ്രീജിത്ത്, ജ്യോതിഷ് പണിക്കർ, ബാബു മാഹി, ബാബു കുഞ്ഞിരാമൻ, ജേക്കബ് തെക്കുംതോട്, ജയേഷ് തനിക്കൽ, ജോജിഷ്, സന്തോഷ് കൈലാസ്, ചന്ദ്രൻ, ബിനു കുന്നന്താനം, റഷീദ് മാഹി എന്നിവർ
എന്നിവർ പങ്കെടുത്തു. സഹൃദയവേദി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, സംഘഗാനം, ഗാനമേള, കമ്പവലി മത്സരം, വിവിധ മത്സരങ്ങൾ എന്നിവ ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകി. പ്രസിഡന്റ് അഷ്റഫ് NP, സെക്രട്ടറി MC പവിത്രൻ, ട്രഷറർ രഞ്ജിത്ത് VP എന്നിവർ ആശംസകൾ നേർന്നു. സംഘടനാ മികവ് തെളിയിച്ച അംഗങ്ങൾക്ക് മെമന്റോ നൽകി ആദരിച്ചു. കൺവീനർ MM ബാബു നന്ദി രേഖപ്പെടുത്തി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice. ഹോപ്പ് ബഹ്റിൻ സംഘടിപ്പിക്കുന്ന ഏകദിന സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ഹോപ്പ് പ്രീമിയർ ലീഗിന്റെ 3ാം സീസൺ സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ്ബിൽ വച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 വെള്ളിയാഴ്ച പകലും രാത്രിയുമായി നടക്കുന്ന ടൂർണമെന്റിൽ ബഹ്റിനിലെ പ്രമുഖ അസോസിയേഷനുകൾ മത്സരിക്കും. HPL സീസൺ 3ന്റെ ഫ്ലെയർ പ്രകാശനം ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. ഹോപ്പ് പ്രസിഡന്റ് ഷിബു പത്തനംതിട്ട, സെക്രട്ടറി ജയേഷ് കുറുപ്പ്, ട്രഷറർ താലിബ് ജാഫർ, HPL കൺവീനർ അൻസാർ മുഹമ്മദ്, കോർഡിനേറ്റർ സിബിൻ സലീം എന്നിവർ ഭാഗമായി. ഹോപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്കർ പൂഴിത്തല, ജോഷി നെടുവേലിൽ, മനോജ് സാമ്പൻ, പ്രകാശ് പിള്ള, സാബു ചിറമേൽ, ഷാജി എളമ്പിലായി, ഷിജു CP, ശ്യാംജിത്ത് കമാൽ, വിബീഷ് M പിള്ള, പ്രശാന്ത് G, അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. വോയിസ് ഓഫ് മാംബ ബഹ്റിൻ കൂട്ടായ്മയുടെ പോഷക ഘടകമായ മാംബ ചാലഞ്ചേഴ്സ് ക്രിക്കറ്റ് ടീം പുതിയ ജേഴ്സി പ്രകാശനം ചെയ്തു. സ്റ്റീൽ ഫോഴ്സ് മാംബ എന്ന പേരിലാണ് ഇനി ടീം അറിയപ്പെടുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ടീം ക്യാപ്റ്റൻ അബ്ദുവിനാണ് സ്പോൺസറായ ഷിഹാബ് ജേഴ്സി നൽകി പ്രകാശനം നിർവഹിച്ചത്. ടീം മാനേജർ ഇക്ബാൽ സ്വാഗതവും സിറാജ് മാംബ ആശംസാ പ്രസംഗവും നടത്തി. ബഹ്റിനിലെ NSS KSCAയുടെ ഈ വർഷത്തെ ഓണാഘോഷം ഒക്ടോബർ 24 അഥാരി പാർക്കിൽ വള്ളുവനാടൻ സദ്യയോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓണാഘോഷ കമ്മിറ്റി കൺവീനറായ ചന്ദ്രശേഖറും ചീഫ് അഡ്വൈസർ ജനാർദ്ദനൻ നമ്പ്യാരും ചേർന്ന് ഓണസദ്യയുടെ കൂപ്പൺ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാരിൽ നിന്ന് സ്വീകരിച്ചു. പ്രശസ്ത പാചക വിദഗ്ധൻ K ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാകും വള്ളുവനാടൻ സദ്യയുടെ വിഭവങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഓണാഘോഷ പരിപാടികളുടെ മുന്നൊരുക്കത്തിനായുള്ള യോഗത്തിന് ശേഷം KT സലീം, അജയ് കൃഷ്ണൻ എന്നിവർ നോർക്ക രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ അംഗങ്ങൾക്കായി പങ്കുവച്ചു. ഇതോടൊപ്പം ഒക്യുപേഷണൽ ഇഞ്ചുറീസ് ആൻഡ് ക്ലെയിംസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി KSCA അംഗം കൂടിയായ ഡോക്ടർ മനോജ് ക്ലാസ് എടുത്തു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി സതീഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി. ബഹ്റിൻ പ്രവാസിയും കോട്ടയം ഐമനം സ്വദേശിയുമായ ബിനോ വർഗീസ് ബഹ്റിനിൽ നിര്യാതനായി. 58 വയസ്സായിരുന്നു പ്രായം. ഗൾഫ് അലുമിനിയം റോളിംഗ് മിൽ ജീവനക്കാരനായിരുന്നു പരേതൻ. ഹൃദയാഘാതമാണ് മരണകാരണം. കുടുംബം നാട്ടിലാണ്. മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണ്.